+1 ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൽ ഉദിച്ചു വരുന്ന രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ. അതായത് ഓൺലൈൻ ബിസിനസ്, ഇ കൊമേഴ്സ്, ഇതിൻ്റെയൊക്കെ സാധ്യതകൾ, ഇതിൻ്റെ ബെനിഫിറ്റ്സുകളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ബിസിനസ്സിൽ ഒരുപാട് മോഡ്സുകൾ, പുതിയതായിട്ടുള്ള ഒരുപാട് രീതികൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ബിസിനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ട്രെൻഡുകൾ ഏതൊക്കെയാണ്? ഡിജിറ്റലൈസേഷൻ, മറ്റൊന്ന് ഔട്ട്സോഴ്സിങ്, അതേപോലെ ഇന്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഏരിയ ആണ് ഇ ബിസിനസ്. എന്താണ് ഇ ബിസിനസ്? E-business may be defined as the conduct of business using the computer networks. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ബിസിനസ്സിനെയാണ് ഇ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് ഒരു ബ്രോഡ് ടേമിൽ പറയുകയാണെങ്കിൽ ഇ കൊമേഴ്സിനേക്കാളും വിശാലാർത്ഥത്തിലുള്ള പദമാണ് ഇ ബിസിനസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീൽസ് ഓൺലി വിത്ത് ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് മാത്രമാണ് ഇ കൊമേഴ്സ് ഡീൽ ചെയ്യുന്നത്. എന്നാൽ ഈ ബിസിനസ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ഇ കൊമേഴ്സ് ബട്ട് ഓൾസോ ഇൻക്ലൂഡ്സ് അതർ ഇലക്ട്രോണിക്കലി കണ്ടക്റ്റഡ് ബിസിനസ് ഫങ്ഷൻസ് സച്ച് ആസ് പ്രൊഡക്ഷൻ, ഇൻവെന്ററി മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇ കൊമേഴ്സിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തനം മാത്രമാണ് ഡീൽ ചെയ്യുന്നത് എങ്കിൽ ഈ ബിസിനസ്സിൽ ഇ കൊമേഴ്സ് മാത്രമല്ല, മറ്റുള്ള ബിസിനസ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷന്, ഇൻവെന്ററി മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, അക്കൗണ്ടിങ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. നെക്സ്റ്റ് ഏരിയ ആണ് സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്. ഇ ബിസിനസിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? വ്യത്യസ്ത തരത്തിലുള്ള ഈ ബിസിനസ്സിനകത്ത് ഉൾക്കൊള്ളുന്ന പാർട്ടീസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. B2B കൊമേഴ്സ്. B2B ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ടു ബിസിനസ് എന്റർപ്രൈസസ് ഇലക്ട്രോണിക്കലി ആർ നോൺ ആസ് B2B. അതായത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾക്കിടയിൽ ഇലക്ട്രോണിക് സഹായത്തോടെ നടക്കുന്ന വ്യാപാര ഇടപാടുകളെയാണ് B2B എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ട്രേഡ് നെഗോസിയേഷൻസ്, അതേപോലെ തന്നെ പ്ലേസിംഗ് ഓർഡർ വിത്ത് സപ്ലയേഴ്സ്, ഫോമിംഗ് ജോയിന്റ് വെഞ്ചേഴ്സ് എക്സെട്ര. അതായത് കച്ചവടം പറഞ്ഞുറപ്പിക്കുക, സപ്ലയർമാർക്ക് ഓർഡർ നൽകുക, ബിസിനസ് സ്ഥാപനങ്ങളുമായി കൂട്ടുകരാറുകൾ ഏർപ്പെടുക, ഇതെല്ലാം B2B കൊമേഴ്സ് ആണ്. രണ്ടാമതാണ് B2C കൊമേഴ്സ്. ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആർ നോൺ ആസ് B2C. ബിസിനസ് സ്ഥാപനം ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന്റെയും ഇടയിൽ നടക്കുന്ന ഇടപാടുകൾക്കാണ് B2C എന്ന് പറയാം. എക്സാമ്പിൾ, കൺസ്യൂമർ പ്ലേസിംഗ് ഓർഡർ ഓൺലൈൻ. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യുക? ഓൺലൈൻ വഴി ഓർഡർ കൊടുക്കുക. ഇലക്ട്രോണിക് പേയ്മെന്റ് നടത്തുക. കൺസ്യൂമർ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഓൺ പ്രൈസ്. അതായത് പണം നൽകുന്ന വ്യവസ്ഥകളെ കുറിച്ചുള്ള ഒരു ഉറപ്പ് വരുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അതുപോലെ തന്നെ ടേംസ് ഓഫ് പേയ്മെന്റിന്റെ ടേംസുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ റെഡിയാക്കാൻ B2C കൊമേഴ്സ്. നെക്സ്റ്റ് ഇൻട്രാ-ബി കൊമേഴ്സ്. ഇൻട്രാ-ബി കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ പേഴ്സൺസ് വിത്തിൻ ദി ഫേം ആർ നോൺ ആസ് ഇൻട്രാ-ബി കൊമേഴ്സ്. ഒരു സ്ഥാപനത്തിലെ വിവിധ വിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ വ്യക്തികളുടെയും ഇടയിൽ നടക്കുന്ന ഇടപാടുകളെയാണ് ഇൻട്രാ-ബി കൊമേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് C2C കൊമേഴ്സ്, കൺസ്യൂമർ ടു കൺസ്യൂമർ. Transactions taking place between two or more consumers are known as C2C commerce. അതായത് രണ്ടോ അതിലധികം ഉപഭോക്താക്കൾ തമ്മിൽ നടക്കുന്ന ഇടപാടുകളെയാണ് C2C കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് eBay. ഇവിടെ ഉപഭോക്താക്കൾ മറ്റുള്ള ഉപഭോക്താക്കൾക്ക് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വിൽക്കുന്നതാണ് eBay എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സ്കോപ്പ് ഓഫ് ഇ ബിസിനസ്. ഇനി അടുത്തത് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ബേസിസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒന്നാമത് ഈസ് ഓഫ് ഫോർമേഷൻ.
രൂപീകരണത്തിനുള്ള എളുപ്പത്തിന്റെ അടിസ്ഥാനം ട്രഡീഷണൽ ബിസിനസ് ഡിഫിക്കൽട്ട് ആണ്, എന്നാൽ ഈ ബിസിനസ് രൂപീകരിക്കാൻ സിമ്പിൾ ആണ്. രണ്ടാമത്തെ ലൊക്കേഷൻ റിക്വയർമെന്റ്സ്, സ്ഥാനം സംബന്ധിച്ച ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രഡീഷണൽ ബിസിനസ്സിലെ ലൊക്കേഷൻ നിയർ ടു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽ ഓർ മാർക്കറ്റ്, അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഉറവിടത്തിന്റെയോ അല്ലെങ്കിൽ വിപണിയുടെയോ സമീപത്തുള്ള സ്ഥാനമാണ് ട്രഡീഷണൽ ബിസിനസ്സിൽ ഉണ്ടാകുക. എന്നാൽ ഈ ബിസിനസ്സിന് നോ റിക്വയർമെന്റ് ഓഫ് ലൊക്കേഷൻ, പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നും ആവശ്യമില്ല. മൂന്നാമതാണ് ഫിസിക്കൽ പ്രസൻസ്, ഭൗതിക സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ റിക്വയർഡ്, ഈ ബിസിനസ് ആകുമ്പോൾ നോൺ റിക്വയർഡ്, അവിടെ ആവശ്യമില്ല. നാലാമത് കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ്, സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ ഹൈ ആണ്, എന്നാൽ ഈ ബിസിനസ് ആകുമ്പോൾ ലോ ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ അടിസ്ഥാനം, നടത്തിപ്പിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ ഹൈ ഡ്യൂ ടു ഫിക്സ്ഡ് ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോറേജ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എക്സെട്ര. അവിടെ എന്താണ്, അവിടെ ചെലവ് കൂടുതലായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സ്റ്റോറേജും പ്രൊഡക്ഷനും മാർക്കറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചെലവുണ്ടായിരിക്കും. എന്നാൽ ഈ ബിസിനസ്സിനകത്ത് ചെലവ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് നേച്ചർ ഓഫ് കോണ്ടാക്ട് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്, ഉപഭോക്താക്കളും വിതരണക്കാരുമായ ബന്ധത്തിന്റെ സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിലെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ഇന്റർമീഡിയറീസ്, ഇടനിലക്കാരിലൂടെ നേരിട്ടല്ലാതെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുള്ളൂ, എന്നാൽ ഈ ബിസിനസ്സിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവും. നെക്സ്റ്റ് വൺ നേച്ചർ ഓഫ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷന്റെ ആന്തരിക ആശയവിനിമയത്തിന്റെ സ്വഭാവം ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ അവിടെ എന്തായിരിക്കും, ഹൈരാർക്കിക്കലായിരിക്കും, മേൽ കീഴ് ക്രമം എന്നുള്ളത് മേലെന്ന് താഴോട്ട്. എന്നാൽ ഈ ബിസിനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹൈരാർക്കിക്കലൊന്നും ഇല്ല, ഏത് ഡയറക്ഷനിലേക്കും ഫ്ലോ ചെയ്യാം. നെക്സ്റ്റ് റെസ്പോൺസ് ടൈം ഫോർ മീറ്റിംഗ് കസ്റ്റമേഴ്സ് ഓർ ഇന്റേണൽ റിക്വയർമെന്റ്സ്, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ട സമയം ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ ലോങ് ടൈമാണ്, മറ്റൊരുത്താണെങ്കിൽ ഇൻസ്റ്റന്റ് റെസ്പോൺസ്, പെട്ടെന്ന് റിപ്ലൈ കിട്ടും. നെക്സ്റ്റ് ഷേപ്പ് ഓഫ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ഘടനയുടെ രൂപം എങ്ങനെയാണെന്നുള്ളത്. അതായത് ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ അവിടെ ലോങ്ങർ ആയിരിക്കും, മറ്റൊരുത്താണെങ്കിൽ ഷോർട്ടർ ആയിരിക്കും. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്റർപേഴ്സണൽ ടച്ച്, വ്യക്തികൾ തമ്മിൽ ഇടപഴകാനുള്ള അവസരം എങ്ങനെയാണെന്നുള്ളത്. അതിൽ ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ കൂടുതൽ അവസരമുണ്ട്, മോർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ ഈ ബിസിനസ് ആകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് തമ്മിൽ ഇന്റർപേഴ്സണൽ ടച്ച് ഒന്നും അവിടെ നടക്കുന്നില്ല. നെക്സ്റ്റ് ഈസ് ഓഫ് ഗോയിങ് ഗ്ലോബൽ, ആഗോള തലത്തിൽ വ്യാപിപ്പിക്കാനുള്ള എളുപ്പത്തിന്റെ കാര്യത്തിൽ എന്താണ്, ഇവിടെ ട്രഡീഷണൽ ബിസിനസ്സിൽ കുറവായിരിക്കും, മറ്റൊരുത്താണെങ്കിൽ മച്ച് മോർ കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഗവൺമെന്റ് പാട്രണേജ്, സർക്കാരിന്റെ സംരക്ഷണം, അത് ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ ലെസ് കുറവായിരിക്കും, എന്നാൽ ഈ ബിസിനസ് ആകുമ്പോൾ സർക്കാരിന്റെ സംരക്ഷണം കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഹ്യൂമൻ ക്യാപിറ്റൽ, നേച്ചർ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ വിഭവത്തിന്റെ സ്വഭാവം ട്രഡീഷണൽ ബിസിനസ് ആകുമ്പോൾ സെമി സ്കിൽഡ് ഓർ ഈവൻ അൺസ്കിൽഡ് മാൻ പവർ, ഇതാണ് അൺസ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നൈപുണ്യം ഇല്ല എന്ന് തന്നെ പറയാം. മറ്റൊരുത്താണെങ്കിൽ ടെക്നിക്കലി ആൻഡ് പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സൺ, ഈ ബിസിനസ് ആകുമ്പോൾ അവിടെ എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ഉണ്ടാകുക. ഇനി ട്രാൻസാക്ഷൻ റിസ്കിന്റെ അടിസ്ഥാനത്തിൽ എന്താ ലോ ഡ്യൂ ടു ഫേസ് കോണ്ടാക്ട്, എന്തായിരിക്കും മുഖാമുഖമുള്ള ഒരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് എന്താണ് അവിടെ കുറവായിരിക്കും. എന്നാലോ ഈ ബിസിനസ് ആകുമ്പോൾ ഹൈ ഡ്യൂ ടു ലാക്ക് ഓഫ് പേഴ്സണൽ കോണ്ടാക്ട്, വ്യക്തിപരമായിട്ടുള്ള ബന്ധമില്ലാത്തതിനാൽ നഷ്ടസാധ്യതയും ഇതിനകത്ത് കൂടുതലായിരിക്കും. ഇനി അടുത്ത ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ബിസിനസ്. ഈ ബിസിനസിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഈസ് ഓഫ് ഫോർമേഷൻ, ഈ ബിസിനസ് രൂപീകരിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, സിമ്പിളാണ്, ഈസി ടു സ്റ്റാർട്ട്, ഡസ് നോട്ട് റിക്വയർ എനി ഹോസ്റ്റ് ഓഫ് പ്രൊസീജിയർ റിക്വയർമെന്റ്സ് ഇൻ ദി കേസ് ഓഫ് ട്രഡീഷണൽ ബിസിനസ്. ഒരു ട്രഡീഷണൽ ബിസിനസ്സിന് അത്രയൊന്നും പ്രയാസമില്ല എന്ത് ഈ ബിസിനസ് ആരംഭിക്കാൻ. രണ്ടാമത്തെ ലെസ് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഈ ബിസിനസ് രൂപീകരിക്കാൻ പ്രത്യേകിച്ച് ടെക്നോളജിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, ലെസ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ നടക്കൂ. നെക്സ്റ്റ് കൺവീനിയൻസ്, സൗകര്യപ്രദമാണ്, കാരണം എന്താണ് ഇവിടെ ഇന്റർനെറ്റ് ഓഫേഴ്സ് ദി കൺവീനിയൻസ് ഓഫ് 24/365 ബിസിനസ്.
ഒരു കൊല്ലത്തിൽ 24 മണിക്കൂറും എല്ലാ ദിവസങ്ങളിലും ഇന്റർനെറ്റ് ഓഫർ ചെയ്യുന്നതുകൊണ്ട് ഈ ബിസിനസ്സിന് പ്രത്യേകിച്ച് ടൈം ഒന്നുമില്ല. നെക്സ്റ്റ് സ്പീഡ്. ബിസിനസ് ട്രാൻസാക്ഷൻ വളരെ സ്പീഡായിട്ട് നടക്കുന്ന ഒരു മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് വളരെ സിമ്പിളായി. എ ബിസിനസ് ട്രാൻസാക്ഷൻ ക്യാൻ ബി ഇഫക്റ്റഡ് സിംപ്ലി അറ്റ് ദി ക്ലിക്ക് ഓഫ് എ മൗസ്. നെക്സ്റ്റ് ഗ്ലോബൽ റീച്ച് ഓർ ആക്സസ്. അതായത് ആഗോള പ്രവേശം എങ്ങനെയാണ്. ഇന്റർനെറ്റിന് എന്തില്ല, ബൗണ്ടറീസ്. വിതൗട്ട് ബൗണ്ടറീസ് ഈ ബിസിനസ് അലോസ് ദി സെല്ലർ ആൻഡ് ആക്സസ് ടു ദി ഗ്ലോബൽ മാർക്കറ്റ് ആൻഡ് ദ ബയർ ഹാസ് ദ ഫ്രീഡം ടു ചൂസ് പ്രോഡക്റ്റ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദി വേൾഡ്. അതായത് ഈ ബിസിനസ്സിൽ അതിരുകളില്ലാത്തതുകൊണ്ട് വിൽപ്പനക്കാരൻ എന്ത് ചെയ്യാം, ആഗോള വിപണിയിലേക്ക് പ്രവേശിക്കാനൊന്നും പ്രയാസം ഇല്ല. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, മൂവ്മെന്റ് ടുവേർഡ്സ് പേപ്പർലെസ് സൊസൈറ്റി. ഒരു പേപ്പർലെസ് സൊസൈറ്റിയിലെ കടലാസ് രഹിത സമൂഹത്തിലേക്കുള്ള ഒരു പ്രയാണമാണ് എന്ത്, ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബിസിനസിന്റെ ബെനിഫിറ്റ്സുകൾ. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഈ ബിസിനസ്. ഈ ബിസിനസിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ലോ പേഴ്സണൽ ടച്ച്. കുറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇതിനുണ്ടാവുള്ളൂ. ലാക്ക് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസ്. രണ്ടാമത്തത് ഇൻകോൺഗ്രുവൻസ് ബിറ്റ്വീൻ ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിംഗ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെന്റ് സ്പീഡ്. ഓർഡർ എടുക്കുന്നതും കൊടുക്കുന്നതും ഓർഡർ നിറവേറ്റി കൊടുക്കുന്ന തമ്മിലുള്ള വേഗതയിൽ പൊരുത്തമില്ലായ്മ. അതായത് എടുക്കുന്നതും അതേപോലെ തന്നെ കൊടുക്കുന്നതൊക്കെ എന്തായിരിക്കും, അതങ്ങനെ സ്ലോലി ആയിട്ടാണ് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് നീഡ് ഫോർ ടെക്നോളജി കേപ്പബിലിറ്റി ആൻഡ് കോമ്പീറ്റൻസ് ഓഫ് പാർട്ടീസ് ടു ഈ ബിസിനസ്. ഈ ബിസിനസ്സിൽ സാങ്കേതിക ശേഷിയും കാര്യക്ഷമതയൊക്കെ എന്ത് ചെയ്യണം, വേണം. അതായത് ടെക്നോളജിയെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഡ്യൂ ടു അനോണിമിറ്റി ആൻഡ് നോൺ ട്രേസബിലിറ്റി ഓഫ് പാർട്ടീസ് കൺസേൺഡ്. കക്ഷിയെ സംബന്ധിച്ചുള്ള അജ്ഞതാവസ്ഥയും കണ്ടുപിടിക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ നഷ്ടസാധ്യത വർദ്ധിപ്പിക്കുന്ന ട്രാൻസാക്ഷൻസ് ത്രൂ ഇന്റർനെറ്റ് ടേക്ക് പ്ലേസ് എമംഗ് സൈബർ പേഴ്സണാലിറ്റീസ്. നെക്സ്റ്റ് വൺ, പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ വിൽ ഒബ്ജക്റ്റ്. സ്ഥാപനങ്ങളിലുള്ള വ്യക്തികളുടെ എതിർപ്പ് ഉണ്ടാവും. കാരണം പുതിയൊരു സാങ്കേതിക വിദ്യ, ട്രാൻസാക്ഷൻസ് ഇൻ ടു ന്യൂ ടെക്നോളജി ആൻഡ് ഡിഫറൻസ് ഇൻ ദി വേ ഓഫ് ഡൂയിങ് ബിസിനസ് മേ കോസ് സ്ട്രെസ് ആൻഡ് എ സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഓൺ ദി പാർട്ട് ഓഫ് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ ആളുകൾ ടെക്നോളജിയിൽ മറ്റു മാറ്റങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അതിനോട് അവർക്ക് ഒരു മടുപ്പ് തോന്നും. നെക്സ്റ്റ് എത്തിക്കൽ ഫാളോസ്. ധാർമ്മികമായിട്ടുള്ള വീഴ്ചകൾ ശരിയായിട്ടുള്ള രീതിയിൽ, അത് അൺലെസ് ആൻഡ് അണ്ടിൽ യു ടേക്ക് സഫിഷ്യന്റ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് anyone can keep an electronic eye and track the computer files. You can use email account, website you visit, etc. Now your question arises, is ethical. ശരിയായുള്ള സംരക്ഷണ നടപടി എടുത്തിട്ടില്ല എങ്കിൽ ആർക്കും എന്ത് ചെയ്യാം, ഇതൊക്കെ ഉപയോഗിക്കാം. അതായത് ഇമെയിൽ അക്കൗണ്ട്, കമ്പ്യൂട്ടർ ഫയലുകൾ, വെബ്സൈറ്റുകൾ ഒക്കെ എന്ത് ചെയ്യാം, പിന്തുടർന്ന് ചെല്ലാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതിൽ ധാർമ്മികം അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയാണ് limitations of e-business. Low personal touch, incongruence between order taking or giving, next need for technology capability, next increased risk due to anonymity and non-traceability of parties concerned, next people in the organization will object, next ethical follows.